ദൈവസന്നിധിയിലാണ് നാം ഇരിക്കുന്നതെന്നുള്ള ബോധ്യത്തോടെ ഈ വെള്ളിയാഴ്ച നമുക്ക് ദേവാലയത്തിലായിരിക്കാനൊക്കെ വേണം. നമ്മുടെ കർത്താവ് നമുക്ക് ചെയ്തു തന്ന നന്മകളെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അനേകം തിരക്കുകളും ആകുലതകളും ഉള്ള സാഹചര്യത്തിലൂടെയും ലോകത്തിന്റെ നെട്ടോട്ടങ്ങളിലൂടെയുമാണ് നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ പോലും ദേവാലയത്തെ അഭയം പ്രാപിക്കുവാൻ തക്കവണ്ണം സമയം കണ്ടെത്തുന്നവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം, ഈ വെള്ളിയാഴ്ച, പരിശുദ്ധനായ പരിമലമാർ ഗീവർഗീയോസ് തിരുമേനിയുടെ സന്നിധിയിൽ കർത്താവിന്റെ ഈ ദേവാലയത്തിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ സന്നിധിയാക്കിയതിനാൽ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയും നമുക്ക് കൂട്ടായിട്ട് തന്നവർക്ക് വേണ്ടിയും നമുക്ക് ദാനമായിട്ട് നൽകിയ മക്കൾക്ക് വേണ്ടിയും നമ്മെ പരിപാലിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും നമുക്ക് കൂട്ടായി നിർവഹിക്കുന്ന സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടിയും നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന വിദേശത്തും ജാലത്തും ദൂരത്തുമൊക്കെ ആയിരിക്കുന്ന നമ്മുടെ പങ്കാളികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കാതോലിക്ക ബാവാമാർക്ക് വേണ്ടി, പരിശുദ്ധ പിതാക്കന്മാർക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, സഭയിലെ മൊത്തം വിശ്വാസികൾക്ക് വേണ്ടി, സഭയുടെ ഐക്യത്തിനും സമാധാനത്തിനും വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. രോഗത്തിനും പ്രയാസത്തിനും ദുഃഖത്തിനും നെടുവീർപ്പിനും വിധവകളുമായി തൊഴിൽ ബാധിക്കാൻ പ്രയാസപ്പെടുന്നവർ, വിവാഹം ആഗ്രഹിക്കുന്നവർ, വിവാഹബന്ധത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നവർ, ഓരോ പ്രയാസവും ദുഃഖവും അനേകമാകുന്നവരോ, ഇതെല്ലാം ദൈവസന്നിധിയിൽ ഇറക്കി വെക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവസന്നിധിയിൽ യാചിക്കാം. നല്ല വെള്ളിയാഴ്ച കർത്താവ് ക്രൂശിന്മേൽ യാഗമായി തീർന്ന ദിവസമാണ്. നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ സ്വയമായി യാഗമായി തീർന്നു. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റി. പരിശുദ്ധമായ ജനന പെരുന്നാളിലേക്ക് നാം അടുക്കുകയാണ്. അതിൻ്റെ നോമ്പുപവാസ വിശുദ്ധിയിലേക്ക് ആയിത്തീർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ജീവിതം വിശുദ്ധീകരിപ്പാൻ, ദൈവത്തിൻ്റെ ജനന പെരുന്നാളിനോട് അടുപ്പാൻ, ആ നൈർമല്യം നമ്മുടെ ഹൃദയങ്ങളിൽ വരുപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. നമ്മുടെ കർത്താവ് നമ്മോടുകൂടി ഇരിപ്പാൻ, നമ്മുടെ ജോലികളിലും നമ്മളുടെ തിരക്കുകളിലും എല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. കൂടി വന്ന എല്ലാവരെയും അനുഗ്രഹിക്കാൻ തക്കവണ്ണം ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. പരിശുദ്ധ ദൈവമാതാവിനോടും ഇന്ത്യയുടെ കാവൽപിതാവായ മാർത്തോമാസ്ലീഹായുടെയും സകല ശ്രീമാന്മാരുടെയും ശ്രീമതികളുടെയും അനുഗ്രഹം നമ്മളോടുകൂടെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് യാചിക്കാം. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ.
കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, സ്വല്പം നേരത്തെ ചിന്തയ്ക്ക് വേണ്ടി വേർതിരിച്ചെടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം, അതിലെ 37-38 വാക്യങ്ങൾ. അവിടെ പറയുന്നു, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ കർത്താവ് നിന്നുകൊണ്ട്, ദാഹിക്കുന്നവൻ എല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു വന്നു. കർത്താവ് പറഞ്ഞ വാക്കുകൾ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ അശക്തനാണ്. വൈദികൻ എന്ന നിലയിൽ ദൈവം പരിശുദ്ധാത്മാവിനെ നൽകി. ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങളോടായി പറയുന്നതിന് എൻ്റെ ഹൃദയത്തിൽ ആകുലത. അത് മറ്റൊന്നുമല്ല, ഇത് പരിശുദ്ധന്റെ സന്നിധിയാണ്. ജീവിതത്തിൽ അനേകം തിരക്കുകൾ ഉള്ള നിങ്ങളെല്ലാവരും ആ തിരക്കുകളെ മാറ്റിവെച്ച് ഇന്ന് ഈ സന്നിധിയിലേക്ക് അഭയം പ്രാപിച്ചിരിക്കുന്നു. അനേകം പ്രശ്നങ്ങളും അനേകം തിരക്കുകളും അനേകം ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഇവയെല്ലാം സാധ്യമാകണം എന്നുള്ള ഉറച്ച ലക്ഷ്യത്തോടെയാണ് ഏറെയും ജനങ്ങൾ ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ ദേവാലയത്തിലേക്ക് തീർത്ഥാടനം നടത്തുന്നത്. അത് സത്യവും. ഈ ദേവാലയം അനേക പരിശുദ്ധന്മാരും പരിശുദ്ധ പിതാക്കന്മാരും നിന്ന് ദൈവത്തിന്റെ വചനത്തെ നൽകിയിട്ടുള്ള ദേവാലയം. അതുകൊണ്ട് തന്നെ ഈ ദേവാലയത്തിൽ നിന്ന് വചനത്തെ പറയുമ്പോൾ എനിക്ക് ഉള്ളിൽ ഒരു ചെറിയ ആശങ്ക, ഒരു ശങ്ക ഉണ്ട് എന്നുള്ളതിൽ അത് വ്യക്തമാക്കുകയാണ്. പക്ഷേ യെരൂശലേം ദേവാലയത്തിന്റെ നടുമുറ്റത്ത് നിന്നുകൊണ്ട് കൂടാരം പെരുന്നാളിന്റെ അവസാന ദിവസത്തിൽ കർത്താവായ യേശു ക്രിസ്തു സകല ജനതയോടും, മഹാപുരോഹിതന്മാരുണ്ട്, സാധുക്യന്മാരുണ്ട്, പരീശന്മാരുണ്ട്, യവനന്മാരുണ്ട്, യഹൂദന്മാരുണ്ട്, സകല ജനത്തോടും ജാതികളോടുമായിട്ട് വിളിച്ചു പറയുകയാണ്, ദാഹിക്കുന്നവർ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജല നദി ഒഴുകും. സകല ജനതയോടുമായിട്ട് കർത്താവിന്റെ ഉദ്ബോധനം. ദാഹിക്കുന്നുണ്ടോ? എന്റെ അടുക്കൽ വന്ന് കുടിക്കും. അതിനുശേഷം പറയുകയാണ്, എന്നിൽ വിശ്വസിക്കും. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് നദീജലം ഒഴുകും. അതിനുശേഷമുള്ള വേദഭാഗത്ത് വാക്യത്തിൽ പറയുന്നുണ്ട്, അത് എന്നിൽ നിന്ന് പ്രവഹിക്കാൻ പോകുന്ന പരിശുദ്ധ ആത്മാവിനെ പറ്റി പറയും. ഞാൻ മുന്നമേ ഓർമ്മിപ്പിച്ചതുപോലെ ദേവാലയത്തിൽ വളരെ തിരക്കുകളും അതുപോലെ തന്നെ വലിയ വലിയ ജോലികൾ ചെയ്യുന്നവരും ഓരോ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുമൊക്കെയാണ് എൻ്റെ മുന്നിലിരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ടുണ്ട്. തിരക്കുകൾ, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിൽ ഏർപ്പെട്ടവരും അനേക പ്രതിസന്ധികളുണ്ട്. അതിനിടയിൽ പോലും ആ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ അഭയം പ്രാപിച്ചു. ഒരു നിമിഷത്തേക്ക് സമാധാനം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മ ദാനം എന്തെന്ന് ചോദിച്ചാൽ സ്നേഹവും സമാധാനവും സന്തോഷവും ഒക്കെ ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. പരിശുദ്ധാത്മാവിനെ ഞാൻ വഹിക്കുന്നവരാണ്. സ്നേഹവും സമാധാനവും സന്തോഷവും ഒക്കെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ പരിശുദ്ധാത്മാവിനെ ആവാസം. കുടുംബത്തിൽ സന്തോഷമുണ്ടോ?
തീർച്ചയായും അവിടെ പരിശുദ്ധാത്മാവ്. കുടുംബത്തിൽ പരസ്പരം സ്നേഹമുണ്ടോ? തീർച്ചയായും അവിടെ പരിശുദ്ധാത്മാവിന്റെ ആവാസം. കുടുംബത്തിൽ സമാധാനമുണ്ടോ? തീർച്ചയായും അവിടെ ദൈവിക സാന്നിധ്യം, ദൈവത്തിന്റെ ആത്മാവ് നിവർത്തിക്കുന്നു. എനിക്കറിയാം, ഏറെക്കുറെ നിങ്ങളുടെ മുഖങ്ങളിൽ സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും, തലകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നോക്കുന്ന ആ നോട്ടത്തിൽ തന്നെ എന്തൊക്കെയോ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് സകല ജനതയോടുമായിട്ട് വിളിച്ചു പറയുന്നത്, ദാഹിക്കുന്നുണ്ടോ എന്റെ അടുക്കൽ വരിക. കർത്താവ് ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, എന്റെ അടുക്കൽ വരിക. ഇന്ന് നിങ്ങൾ ദൈവസന്നിധിയിൽ അടുത്തു വന്നിട്ടുള്ളവർ, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ, അത് ഇന്ന് മാത്രം അത് എപ്പോഴും ഉള്ളവരായി ദേവാലയത്തിലേക്ക് കൂടുതൽ അടുക്കുന്നവരും നമ്മളുടെ തിരക്കുള്ള ജീവിതത്തിൽ എപ്പോഴും ദൈവമേ എന്നുള്ള ഒരു വിളി, സത്യം പറഞ്ഞാൽ ഒരു ശരണം വിളി, എപ്പോഴും ദൈവമേ എന്റെ കർത്താവേ എന്നുള്ള വിളി ഉള്ളവർ ആയിരിക്കും. ദൈവസന്നിധിയിലാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ കത്തണം. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രോജ്വലിക്കും. എന്റെ അടുക്കലേക്ക് വരുവാനുള്ള ദൈവത്തിന്റെ ആഹ്വാനം. ദൈവ സന്നിധിയിലാണ് നാം ഓരോരുത്തരും ഇരിക്കുന്നത് എന്നുള്ള ബോധ്യം, എന്നിൽ വിശ്വസിക്കണം എന്നുള്ള ആഹ്വാനം. എന്റെ അടുക്കലേക്ക് വരുന്നവൻ ആദ്യം എന്നിൽ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നിനക്ക് എന്ത് ലഭിക്കുമെന്നുള്ളത് ഇവിടെ പൂർണ്ണമായി പറയുകയാണ്. അവന്റെ ഉള്ളിൽ നിന്ന് നദീജല പ്രവാഹം ഉണ്ടാകും. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്നാണ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ജീവജല നദികൾ ഒഴുകുവാൻ തക്കവണ്ണം ദാഹിക്കുന്ന ഓരോരുത്തരെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് അവൻ മാടി വിളിക്കുകയാണ്. ദാഹിക്കുന്നവരാണ് സത്യമല്ല. ഇല്ലെങ്കിൽ ഇന്ന് ഈ ദേവാലയത്തിലേക്ക് നാം സമയം കണ്ടെത്തി വരും. ആഗ്രഹങ്ങളുള്ളതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ പ്രയാസം, സത്യമല്ല. സത്യമാണ്. ഒന്ന് ചിരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നു. പരസ്പരം ഒന്ന് കണ്ണോട് കണ്ട് നോക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കാത്ത ഒരവസ്ഥയിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. ടെൻഷനാണ്, എപ്പോഴും തലയിൽ വലിയ ഭാരമാണ്. എന്തു ചെയ്യും? പലപ്പോഴും വൈദികർക്ക് തന്നെ ഈ പ്രശ്നങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ, അതുപോലെ അതിവേഗം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിന് മുന്നേ അല്ലെങ്കിൽ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ജനസമൂഹമാണ്. വിശ്വാസത്തെയും ആത്മീയതയും എല്ലാം ഒന്ന് മാറ്റിവെച്ചിട്ട് ഏറ്റവും മുൻപന്തിയിലെത്തുവാൻ തക്കവണ്ണമുള്ള ഓട്ടം, പരക്കം പാച്ചിൽ. പക്ഷേ ഈ പരക്കം പാച്ചിൽ പലപ്പോഴും നാം പലരെയും പിന്തള്ളിക്കൊണ്ടാണ് ഓടി മുന്നേറുന്നത് എന്നുള്ളത് നാം മറന്നുപോകും. ഈ പിന്തള്ളലിലൂടെ അനേകർ തങ്ങളുടെ ജീവിതങ്ങളിൽ നിന്ന് മാറ്റപ്പെടുന്ന അവസ്ഥയിൽ ഇതുപോലെ ഒരു വെള്ളിയാഴ്ച ദിവസം ബലഹീനനായ ഞാൻ ഒരു ധ്യാന പ്രസംഗം കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിയപ്പോൾ ഒരു പെൺകുട്ടി, എന്നെക്കാളും പ്രായം, അവരെന്റെ അടുത്ത് വന്നിട്ട് ആദ്യം മുഖം തന്നെ സന്തോഷമായിരുന്നു. പെട്ടെന്ന് ദുഃഖം തളം കെട്ടിരിക്കാതെ പുറത്തോട്ട് വന്നിട്ട് പറയുകയാണ്, എനിക്ക് ആത്മഹത്യ ചെയ്യണം. ഞാനിതാകെ ആകുലപ്പെട്ടു. ഞാൻ പറഞ്ഞു, ദേവാലയത്തിലേക്ക് കുറച്ച് നേരം പ്രാർത്ഥിക്കും. എന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവിടെ ഇറക്കി വെക്കുക. ദൈവത്തോട് നിന്റെ ആഗ്രഹങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം പറയുക. ദൈവം എല്ലാത്തിനും ഒരു ഉത്തരം. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായി പറയുന്നില്ല. അവൾ കുറച്ചു നേരം പോയി ആ ദേവാലയത്തിൽ നിന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അവളുടെ കണ്ണുനീർ ആ ദേവാലയത്തിൽ വീണു എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചെന്ന് കൂടുതലായിട്ട് ഉപദേശിക്കേണ്ട കാര്യങ്ങളൊന്നും വന്നില്ല.
അപ്പനെയും അമ്മയും അതുപോലെ തന്നെ എനിക്ക് കൂട്ടായ്മ തന്നവരെയും എൻ്റെ മക്കളെയും എല്ലാം കണ്ട് എനിക്ക് ബുദ്ധി തീർന്നിട്ടില്ല. എനിക്ക് ജീവിക്കുവാനാണ്. ദേവാലയത്തിൽ വന്ന് മുഖ്യമായി യാചിക്കുകയും നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം ഇറക്കി വെക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ഒരുപാട് ഭാരങ്ങൾ സ്വന്തം ഭർത്താവിനോട് സ്വന്തം ഭാര്യയോട് നമ്മുടെ പ്രയാസങ്ങൾ പറയുവാൻ തക്കവണ്ണം പറ്റാത്ത അവസ്ഥകളുള്ളവരും മാതാപിതാക്കളോട് പ്രയാസങ്ങൾ ഇറക്കി വെക്കുവാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുണ്ട്. ഇങ്ങനെയുള്ളവരോടാണ് കർത്താവ് വിളിച്ചു പറയുന്നത്, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകട്ടെ. ഇന്ന് ദൈവികമായ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പരിലസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ വിശ്വാസത്തിന്റെ ക്രമാനുഗതമായ വളർച്ചയെ പറ്റിയാണ്. അത് കഴിഞ്ഞ് 7-ാം അധ്യായം മുതൽ 12-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളിൽ അവിശ്വാസത്തിന്റെ വർധനയും വെളിപ്പെടുത്തുന്നതായിട്ട് കാണുന്നു. എന്നാൽ ഇന്ന് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-38 വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. ദാഹിക്കുന്നവന്റെ അടുക്കൽ വരട്ടെ, വിശ്വസിക്കുന്നവരുള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകട്ടെ. ഇതിന്റെ ഒരു വാക്യ പശ്ചാത്തലം അത് പഴയ നിയമത്തിലുമുണ്ട്, അത് നടക്കുന്ന പശ്ചാത്തലമുണ്ട്, അതുപോലെ പുതിയ നിയമ പശ്ചാത്തലമുണ്ട്. ഈ അധ്യായത്തിൽ തന്നെ നമുക്ക് വ്യക്തമായി കാണാം യേശു കൂടാര പെരുന്നാളിൽ സംബന്ധിക്കുന്ന സന്ദർഭം. അത് 7-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള ഭാഗങ്ങളിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ ശാബത്തിനെ കുറിച്ചുള്ള വിവാദം കാണാൻ സാധിക്കും. കൂടാര പെരുന്നാളിൽ സംബന്ധിക്കുന്ന ഭാഗമാണെന്ന് പറയാൻ കാരണം 37-ാമത്തെ അധ്യായത്തിൽ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ എന്ന് വ്യക്തമായി പറയുന്നു. ഉത്സവത്തിന്റെ മഹാദിനം എന്ന് പറയുന്നതിന്റെ ഉത്സവം അത് കൂടാര പെരുന്നാളിനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് 14 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ശാബത്തിനെ പറ്റിയുള്ള വിവാദം. അത് മറ്റൊന്നുമല്ല, ശാബത്തിൽ മറ്റ് യാതൊരു കാര്യങ്ങളും ചെയ്യരുത് എന്നുള്ളതിനെ പറ്റിയുള്ള യേശുവിന് എതിരായിട്ടുള്ള പുരോഹിതന്മാരുടെയും ന്യായശാസ്ത്രിമാരുടെയും എല്ലാം വിവാദങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ക്രിസ്തുവിന്റെ ഉത്ഭവത്തെ കുറിച്ച് ഇവൻ ഗലീലായതുള്ളവനായതുകൊണ്ട് ഇവന് എന്തുമാത്രം വിദ്യാഭ്യാസമാണുള്ളത് ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് എന്നുള്ള വിവാദങ്ങളെല്ലാം ആ വേദഭാഗത്തിൽ കാണുവാൻ സാധിക്കും. അതിനുശേഷം 32 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിനെ ബന്ധിച്ച് ക്രൂശിൽ തറച്ചവനെ കൊല്ലണം എന്നുള്ള ആഗ്രഹത്തോടെ പിറുപിറുക്കുന്ന ജനതയെ അവിടെ വ്യക്തമായി കാണാം. ഈ അധ്യായത്തിന്റെ ഒടുവിലെ ഭാഗത്ത് 37-52 വാക്യങ്ങളിലോട്ട് കടക്കുമ്പോൾ പെരുന്നാളിന്റെ സമാപന ദിവസത്തിൽ യേശുവിന്റെ പ്രഖ്യാപനം. ഈ ജനത്തിന്റെ മുമ്പാകെ നിന്നുകൊണ്ട് സകലരെയും ഉത്ബോധിപ്പിച്ചുകൊണ്ട് അവൻ പറയുകയാണ്, എന്റെ അടുക്കൽ വരുവിൻ, എന്നിൽ വിശ്വസിപ്പിക്കും. എന്റെ അടുക്കൽ വരുവാനും എന്നിൽ വിശ്വസിപ്പാൻ തക്കവണ്ണം സംഗതിയാകണം എന്ന് ഇത്തരത്തിൽ വിവാദങ്ങളും വിവാദ പ്രസ്താവനകളും നടത്തുന്നവരോട് കർത്താവ് പറയുകയാണ്. അങ്ങനെയെങ്കിൽ ഇവൻ തന്റെ സ്വന്തം മഹത്വത്തെ സകല ജനതയോടുമായി അറിയിക്കുന്നതിന് വേണ്ടി ഇവന്റെ ശിഷ്യന്മാരും യേശുവിന്റെ ശിഷ്യന്മാരും ജനതയിൽ പറയുന്നു. 5-ാം അധ്യായത്തിൽ 38 വർഷക്കാലം കുഷ്ഠരോഗം ബാധിച്ച് കിടന്നവരെ സൗഖ്യമാക്കിയപ്പോൾ അത് ശാബത്ത് ദിവസത്തിനായതുകൊണ്ട് അതിനെപ്പറ്റിയുള്ള പ്രശ്നങ്ങളും കോലാഹലങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഒരു സന്ദർഭത്തിലേക്ക് കർത്താവ് വരുന്നത്. അത്ഭുത പ്രവൃത്തികളും വീരപ്രവൃത്തികളും ചെയ്യുന്നവരാണ്. കൂടാര പെരുന്നാളിന്റെ സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ പെരുന്നാളിന് ആൾക്കൂട്ടം കൂടുന്ന സമയമാണ്. ആൾക്കൂട്ടം കൂടുമ്പോൾ അത്ഭുതങ്ങളും അതുപോലെ അടയാളങ്ങളും എല്ലാം കാണിച്ച് ഒരു വലിയ ജനക്കൂട്ടത്തെ ഉണ്ടാക്കുവാനായി സാധിക്കുമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് അവന്റെ കീഴിൽ ഉണ്ടായിരുന്ന ശിഷ്യന്മാരും അവനോടൊപ്പം ചേർന്ന് നിന്നവരും ആഗ്രഹിച്ചത് അവരോട് പറയും. പക്ഷേ കർത്താവ് ഇവിടെ പരസ്യമായിട്ടല്ല കൂടാര പെരുന്നാളിൽ സംബന്ധിക്കുന്നത്. 7-ാം അധ്യായം വായിക്കുമ്പോൾ ഇവിടെ രഹസ്യമായി മുന്നമേ
ശിഷ്യന്മാരെ തന്റെ ജനത്തെയും പെരുന്നാളിന് അയച്ചിട്ട് അവൻ പിന്നാലെ വരുന്ന ഒരു സന്ദർഭമാണ് വ്യക്തമാക്കുന്നത്. കൂടാര പെരുന്നാളിന്റെ ഒടുക്കത്തെ ദിവസത്തിൽ ഇവരാരും കാണാതെ കർത്താവ് ആ സന്നിധിയിൽ വരികയും യാതൊരുവിധ കോലാഹലങ്ങളും ഉണ്ടാക്കാതെ അവൻ യെരൂശലേം ദേവാലയത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ നിന്ന് കുടിക്കട്ടെ, ഇതിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇതിന്റെ പഴയ നിയമ പശ്ചാത്തലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പഴയ നിയമത്തിലെ ഒരു സാഹചര്യം വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് കൂടുതൽ അടുക്കുവാനായിട്ട് സാധിക്കും. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ യഹോവയായ ദൈവം ഹോറേബിന്റെ മുകളിൽ നിന്നുകൊണ്ട് മോശയോട് കൽപ്പിക്കുന്ന ഒരു വാചകം, ഞാൻ ഹോറേബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും, നീ പാറയെ അടിക്കണം, ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും. ഞാൻ ഹോറേബിൽ ജനത്തിന് മുമ്പാകെ പാറയുടെ മേൽ നിൽക്കുമെന്നാണ് പറയുന്നത്. മോശയോട് പറയുക, നീ ആ പാറയെ അടിക്കണം, സകല ജനത്തിനും ദാഹം തീർക്കുന്നതിനുള്ള ജലം ആ പാറയിൽ നിന്ന് ഒഴുകി സകലർക്കും കുടിപ്പാനുള്ള ജലം ലഭിക്കുമെന്നുള്ള ഒരു വലിയ വാഗ്ദാനം മോശയ്ക്കും അവന്റെ ജനത്തിനും നൽകുകയാണ്. യഹോവയായ ദൈവം പിറുപിറുക്കുന്ന ജനത്തിന് മേൽ അനുഗ്രഹം ചൊരിയുന്ന അവസ്ഥ. ഇസ്രായേലിലേക്ക് പോകുമ്പോൾ അവർക്ക് ആ അടിമത്തത്തിൽ നിന്ന് അവരെ വിമോചിക്കുമ്പോൾ അവർക്ക് പിറുപിറുപ്പാണ്. അവരുടെ പ്രയാസത്തിൽ നിന്ന് അവരെ വിമോചിപ്പിച്ച് കനാൻ ദേശത്തിന് സാധ്യമാകുമ്പോൾ അവർക്ക് പിറുപിറുപ്പാണ്. നമ്മുടെ ജീവിതങ്ങളിൽ ഇങ്ങനെയല്ലേ ചിന്തിക്കണം. നമ്മുടെ പഴയ അവസ്ഥയിൽ നിന്ന് നമ്മെ ദൈവം കൂടുതൽ അനുഗ്രഹത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വാഞ്ചിപ്പാൻ തക്കവണ്ണം കൂടുതൽ പണം സമ്പാദിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കൂടുതൽ വിദ്യാഭ്യാസം നേടിക്കൊടുക്കുവാൻ വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല. പിറുപിറുപ്പ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാറില്ല. നാം ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചത് നമുക്ക് കിട്ടാതെ വരുമ്പോൾ ദൈവത്തോട് നാം പിറുപിറുക്കാറില്ല. എനിക്കൊന്നും ലഭിക്കുന്നില്ല, എൻ്റെ ജീവിതം വെറുതെ ആയിപ്പോയി എന്നുള്ള മനോഭാവം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകാറില്ലേ ചിന്തിക്കണം. ഇത് തന്നെയാണ് ഇസ്രായേൽ മക്കൾക്കും ഉണ്ടായത്. മരുഭൂമിയിൽ നേതാവായ മോശ ഞങ്ങളെ കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്തുകയാണ്. ഇതിലും നല്ലത് ഞങ്ങൾക്ക് ആ ഇസ്രായേൽ തന്നെയായിരുന്നു, ഫറവോന്റെ അടിമത്തത്തിൽ തന്നെ ജീവിക്കുന്നതായിരുന്നു എന്നുള്ള ഒരു ആശയം അവർ ആ പിറുപിറുപ്പിലൂടെ വ്യക്തമാക്കി. നാം കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത് പലപ്പോഴും ഫറവോന്റെ അടിമത്തത്തിലായിരിക്കുന്ന അവസ്ഥയിൽ, പൈശാചികന്റെ അടിമത്തത്തിലായിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷം ലഭിക്കും. കാരണം നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ജീവിക്കാം, ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് പണം സമ്പാദിക്കാം. അത് തന്നെയാണല്ലോ ഇപ്പോൾ നമ്മുടെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലും പത്രങ്ങളിലും എല്ലാം വ്യക്തമാകും. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ആദ്യോടന്ത്യം കഷ്ടപ്പെട്ടാൽ പോലും ഉണ്ടാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സമ്പാദ്യം നാം ഉണ്ടാക്കി. അത് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം എന്നുള്ള ഒരു സാഹചര്യം, ഒരുവനെ അപായപ്പെടുത്തിയിട്ടാണെങ്കിൽ പോലും അത് ഉണ്ടാക്കാമെന്നുള്ള ഒരു സാഹചര്യമാണ്. പക്ഷേ എല്ലാം അറിയുന്ന ഒരു ദൈവം തമ്പുരാൻ നമ്മുടെ മുമ്പാകെ ഉള്ളത് നാം പലപ്പോഴും മറന്നു പോകും. ഇവയെല്ലാം നേടുന്നതിന് വേണ്ടി നാം മുന്നേറുമ്പോൾ പലപ്പോഴും പലരും നമ്മുടെ ഈ തള്ളിക്കയറ്റത്തിന് മുന്നിൽ ഇല്ലാതായി പോകുന്നു എന്നുള്ളത് നാം മറന്നു പോകും. പിറുപിറുക്കുന്ന ജനതയ്ക്ക് യഹോവയായ ദൈവം പാറയുടെ മുകളിൽ നിന്നുകൊണ്ട് ജീവജലത്തെ തന്നെ നൽകുകയും അതിൽ നിന്ന് കോരി കുടിച്ച് അവർ യാത്ര മുന്നോട്ട് പുറപ്പെടുന്ന അവസ്ഥയാണ്. അതുതന്നെയാണ് യെരൂശലേം ദേവാലയം
യഹോവയുടെ പുത്രനായ ദൈവം യെരൂശലേം ദേവാലയത്തിന്റെ നടുമുറ്റത്ത് നിന്നുകൊണ്ട് സകല ജനതയോടുമായിട്ട് പറയുകയാണ്, എന്റെ അടുക്കൽ വരും, എന്നിൽ നിന്ന് കുടിക്കട്ടെ. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകട്ടെ. ആത്മീകമായ ദാഹം നമുക്കുണ്ടായി. പലപ്പോഴും ഭൗതികമായ ദാഹമാണ് നമുക്കുണ്ടാവുന്നത്. അത് സ്വാഭാവികമാണ്. പണമില്ലെങ്കിൽ ജീവിക്കാൻ സാധിക്കും. പണമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഈ ദേവാലയത്തിലേക്ക് വരാൻ സാധിക്കില്ല. വണ്ടിക്കൂലി മുടക്കാതെ പറ്റുക. ഇപ്പോൾ അനുദിനം ചെലവുകൾ ഏറി വരുന്ന സാഹചര്യം, എല്ലാത്തിനും പണം ആവശ്യമാണ്. പക്ഷെ പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും നമ്മെ ഭരിക്കുന്നത് പണമായിരിക്കും. ദൈവം കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ അവൻ കരവ് കുറച്ചു. അത് നമുക്കറിയാം. പണം മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുമ്പോൾ പലപ്പോഴും കുടുംബജീവിതത്തിൽ അസമാധാനം വന്നു വീഴുന്ന അവസ്ഥയാണ് നമുക്കുണ്ട് എന്നുള്ളത് നമുപ്പോഴും ചിന്തിക്കേണ്ട ഒരു വസ്തുത. ഈ വാക്യ പശ്ചാത്തലത്തിലേക്ക് കടക്കുമ്പോൾ കൂടാര പെരുന്നാളിന്റെ സാഹചര്യത്തിലാണ് ഈ വാക്യം, ഈ ദൈവിക വചനം യേശു തമ്പുരാൻ സകല ജനതയോടുമായിട്ട് പറയുന്നു. കൂടാര പെരുന്നാൾ എങ്ങനെ അവിടെ നടന്നു എന്നുള്ളത് പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകം 23-ാമത്തെ അധ്യായം 34-36 വാക്യങ്ങൾ വായിക്കുമ്പോൾ വ്യക്തമായി കാണാൻ സാധിക്കും. ലേവ്യ പുസ്തകം 23-ാം അധ്യായം 33-34 വാക്യങ്ങളിൽ യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, 7-ാം മാസം 15-ാം തീയതി മുതൽ 7 ദിവസം യഹോവയ്ക്ക് കൂടാര പെരുന്നാൾ ആകുന്നു. 7-ാം മാസം 15-ാം തീയതി മുതൽ 7 ദിവസം യഹോവയ്ക്ക് കൂടാര പെരുന്നാൾ ആകുന്നു. 1-ാം ദിവസത്തിൽ വിശുദ്ധ സഭാ യോഗം ഉണ്ടാകണം. അന്ന് സാമാന്യവേല യാതൊന്നും ചെയ്യരുത്. 7 ദിവസം യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കണം. 8-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം. യഹോവയ്ക്ക് ദഹനയാഗവും അർപ്പിക്കണം. അന്ന് അന്ത്യസഭായോഗം സാമാന്യ വേലയൊന്നും യാതൊന്നും ചെയ്യരുത്. 7 ദിവസം അതിനോടൊപ്പം ഒന്നുകൂടെ ചേർത്ത് 8 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഉദാഹരണം. ശാബത്ത് ദിവസത്തിൽ ആരംഭിച്ച് ശാബത്ത് ദിനത്തിൽ തന്നെ അവസാനിക്കുന്ന ഒരു പെരുന്നാൾ. യഹൂദന്മാരുടെ 3 പ്രധാന പെരുന്നാളുകൾ നമുക്കറിയാം. പെന്തക്കോസ്ത് പെരുന്നാൾ, പെസഹ പെരുന്നാൾ, കൂടാര പെരുന്നാൾ. അതിൽ കൂടാര പെരുന്നാളിന്റെ ക്രമീകരണമാണ് ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. ഇവിടെ കൂടാര പെരുന്നാൾ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ശാബത്ത് ദിവസത്തിലാണ്. ശാബത്ത് ദിവസത്തിൽ യാതൊരു വേലയും ചെയ്യരുത്. യഹോവയ്ക്ക് വേണ്ടി ദഹനയാഗം അർപ്പിക്കണമെന്ന്. കൂടാര പെരുന്നാൾ യഹൂദ ജനത നടത്തിയിരുന്നത്, അതിന്റെ ഓർമ്മയെ കഴിച്ചിരുന്നത്, അവർ മരുഭൂമിയിൽ കൂടാരമടിച്ച് വസിച്ചതിന്റെ ഓർമ്മയെന്നവണ്ണം അവർ മരച്ചില്ലകളും എല്ലാം ഉണ്ടാക്കി വെച്ച് അതുപോലെ കൂടാരങ്ങളെല്ലാം അടിച്ച് അവർ അതിൽ താമസിക്കുന്ന അവസ്ഥയിലൂടെ അത് കാലാനുക്രമത്തിൽ പല രീതിയിൽ അതിനെ ചിത്രീകരിക്കുന്നത് പല ചിത്രകാരന്മാരും വ്യക്തമാക്കും. ഈ കൂടാര പെരുന്നാളിന്റെ സന്ദർഭത്തിൽ തന്നെയാണ് കർത്താവ് യെരൂശലേം ദേവാലയത്തിൽ നിന്നുകൊണ്ട് ഈ വാക്കുകൾ വിളിച്ചു പറയുന്നത്. കൂടാര പെരുന്നാളിന്റെ ഹീബ്രുവിൽ സൂക്കോത്ത് എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ഇംഗ്ലീഷ് മാസം ഒക്ടോബർ മാസത്തിലാണ് യഹൂദന്മാരുടെ പെരുന്നാൾ വരുന്നത്. അതുപോലെ മുന്നമേ ഓർമ്മിപ്പിച്ചതുപോലെ 1-ാം ദിവസം ശാബത്തായിരിക്കും, 8-ാം ദിവസവും ശാബത്തായിരിക്കും.
കർത്താവിന്റെ കാലഘട്ടത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യത്തിൽ ഈ പെരുന്നാൾ ആഘോഷിക്കുന്നതിന് ഒരു പ്രത്യേക പതിവ് ഉണ്ടായിരുന്നു. മഹാപുരോഹിതൻ 7ാമത്തെ ദിവസം കഴിഞ്ഞ് 8ാം ദിവസത്തിലേക്ക് ആകുമ്പോൾ ശീലോഹം കുളം വരെ ഒരു സ്വർണ്ണ പാത്രത്തിൽ വെള്ളവും എടുത്തുകൊണ്ട് ശീലോഹം കുളത്തിൽ പോയി അവിടെ നിന്ന് വെള്ളം ഈ സ്വർണ്ണ പാത്രത്തിൽ എടുത്തുകൊണ്ട് വന്ന് 7 പ്രാവശ്യം യെരൂശലേം ദേവാലയത്തിന്റെ പ്രദക്ഷിണം വെച്ച് ദേവാലയ സന്നിധിയിൽ ദഹനയാഗ പീഠത്തിന്മേൽ ഒഴിക്കുന്ന ഒരു സന്ദർഭം. ഇപ്പോൾ ജനങ്ങളെല്ലാം ഈ മഹാപുരോഹിതനെ നമ്മുടെ പെരുന്നാൾ റാസ പോലെ ശീലോഹം വരെ പോകും. അവിടെ നിന്ന് ഈ വെള്ളം കോരിയെടുത്തു കൊണ്ടുവന്ന് ദേവാലയ സന്നിധിയിൽ മഹാപുരോഹിതൻ ഒഴുകി. ജനങ്ങളെല്ലാവരും അതുപോലെ തന്നെ അവരവരുടെ പറഞ്ഞ മെഴുകുതിരിയെല്ലാം വാങ്ങിച്ച് ദേവാലയത്തിൽ സമർപ്പിക്കുന്ന പോലെ അവിടെ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവന്ന് ദേവാലയ സന്നിധിയിൽ ഒഴുകി. അപ്പോൾ ദഹനയാഗപീഠത്തിന്മേൽ നിന്ന് ഈ വെള്ളം ഒഴുകും. ഈ വെള്ളം ഒഴുകുമ്പോൾ ഇവർ ഓർമ്മിപ്പിക്കുന്നത്, ഞങ്ങൾ മരുഭൂമിയിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ദാഹിച്ചു. അന്ന് യഹോവയായ ദൈവം ഹോറേബിൽ നിന്നുകൊണ്ട് പാറ തുറന്ന് ഞങ്ങൾക്ക് ദാഹത്തിനുള്ള ജലം നൽകിയതിനെ സ്മരിക്കുന്നു. ഇനിയും ഈ യാഗപീഠത്തിൽ നിന്ന് വറ്റാത്ത ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടുമെന്നും ഈ യാഗപീഠത്തിൽ നിന്ന് ഞങ്ങൾക്ക് എന്നും കുടിപ്പാൻ തക്കവണ്ണമുള്ള ജലം കിട്ടുമെന്നുള്ള ഒരു വിശ്വാസമാണ് ഇവർക്ക് ഉള്ളത്. അതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രവചനങ്ങൾ വ്യക്തമാക്കുന്നു. യോവേൽ പ്രവചനം 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഒഴുകുന്ന ഉറവയെ പറ്റി കാണാം. അന്നാളിൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞ പൊഴിക്കും, കുന്നുകൾ പാലൊഴുക്കും, യഹൂദ്യയിലെ എല്ലാ തോടുകളും വെള്ളമൊഴുക്കും. യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ പുറപ്പെട്ട് സിസ്തീം താഴ്വരയെ നനയ്ക്കും. യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ പുറപ്പെടും എന്ന് യോവേൽ പ്രവചനം വ്യക്തമാക്കും. ഇത് തന്നെയാണ് കർത്താവിന്റെ കാലത്തും അവർ ഓർമ്മയെ കൊടുക്കുന്നത്. ഈ തിരുവെഴുത്തുകൾ പ്രാവർത്തികമാകും എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഇവർ ശീലാകുളത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് യഹോവയുടെ ദഹനയാഗ പീഠത്തിൽ ഒഴിക്കുന്നു. അതുപോലെ യെഹെസ്കേൽ പ്രവചനത്തിൽ 47-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യത്തിൽ ആ പശ്ചാത്തലത്തിലും ഇതുപോലെ ദൈവിക സന്നിധിയിൽ നിന്ന് ഒഴുകുന്ന ഉറവയിൽ നിന്ന് ഉണ്ടാകുന്ന അത്ഭുതങ്ങളെ പറ്റി പറയുന്നു. എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യം ഉണ്ടാകും. ഏറ്റവും വലിയ മത്സ്യം ഈ നദി വന്നതുകൊണ്ട് ഉണ്ടാകും. അവിടെ ചലിക്കുന്ന സകല പ്രാണികളും ഉണ്ടാകുന്നുള്ള വലിയ അത്ഭുതം കാണുന്നു. നദി ചലിക്കുന്നിടത്തെല്ലാം അതിൻ്റെ വകകളിലെല്ലാം ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ ഉണ്ടാകുന്നതിനെ പറ്റി 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ കാണുകയാണ്. യെഹെസ്കേൽ പ്രവചനം 47-ാമത്തെ അധ്യായം. നദീതീരത്ത് ഇക്കരെയും അക്കരെയും തിന്മാനത്തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല, ഫലം ഇല്ലാതെ പോവുകയില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്ക് ഉതകും. ഈ നദി ഒഴുകുന്നിടത്തെല്ലാം വൃക്ഷങ്ങൾ നല്ല ഫലം കായ്ക്കുന്നതായിട്ടുണ്ടാകും. അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും വ്യക്തമാണ്. ഇത് തിരുവെഴുത്ത് പ്രാവർത്തികമാക്കി തരുന്ന വാക്യങ്ങളാണ്. അതുപോലെ സെഖര്യാവിന്റെ പുസ്തകം 14-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, അന്നാളിൽ ജീവനുള്ള വെള്ളം യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ട് പാതി കിഴക്കേ കടലിലേക്കും പാതി
നമുക്കറിയാം കർത്താവ് ക്രൂശിൽ കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. യെരൂശലേം ദേവാലയത്തിൽ നിന്ന് സകല ജനതയെ വിളിക്കുകയാണ്, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരും. കർത്താവ് ക്രൂശിൽ കിടന്നപ്പോൾ ആരും അവന്റെ അടുക്കൽ ധൈര്യമായിട്ട് ചെല്ലുവാൻ കൊണ്ട് താല്പര്യപ്പെടുന്നില്ല. യോഹന്നാനും മറിയയും എല്ലാം മാത്രമേ ഉള്ളൂ. കർത്താവിന്റെ കൂടെയുള്ളവർ എല്ലാവരും തന്നെ ഓടി രക്ഷപ്പെട്ടു. പത്രോസ് മുന്നമേ ഓടി. കർത്താവിന്റെ ക്രൂശിൽ കിടക്കുന്ന ആ സന്ദർഭത്തിൽ കർത്താവ് സകല ജനതയോടുമായിട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ താഴെ നിൽക്കുന്ന ഭടനോടായിട്ട് പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. എന്തൊരു വിരോധാഭാസം! യെരൂശലേം ദേവാലയത്തിന്റെ നടുമുറ്റത്ത് ആരെയും കൂസാതെ സകല ജനതയോടുമായിട്ട് പറയുകയാണ്, ദാഹിക്കുന്നവന്റെ അടുക്കൽ വരട്ടെ. ഇവിടെ ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. ഉടനെ ചുവട്ടിൽ നിന്ന ഭടൻ ഈസോപ്പ് തന്നിന്മേൽ അവൻ പുളിവീഞ്ഞ് മുക്കി കർത്താവിന് കുടിക്കുവാൻ വേണ്ടി എത്തിച്ചു. കർത്താവ് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, മനുഷ്യകുലത്തോട് മൊത്തമായിട്ട് പറഞ്ഞപ്പോൾ നമുക്ക് എന്ത് കൊടുക്കുവാനായിട്ട് സാധിച്ചു? ചിന്തിക്കണം. ഈ കർത്താവല്ലേ സകല ജനതയെ വിളിച്ചെടുപ്പിക്കുന്നത്. അവൻ നമ്മോട് ഒരു ചോദ്യം ചോദിക്കും. അപ്പോൾ നാം എന്ത് ഉത്തരം തിരികെ പറയും? അവൻ ദൈവസന്നിധിയിലായിരുന്ന നമ്മെ എല്ലാം വിളിച്ച് അടുപ്പിച്ചത്, പരിശുദ്ധ മാമോദീസായിലൂടെ നാം പുതുക്കം പ്രാപിച്ചവർ. അതെ, തീർച്ചയായും നാം വീണ്ടും ജനിച്ചത്. വിശുദ്ധ കുർബാനയിലൂടെ നാം അനുദിനം പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മുടെ പാപങ്ങളെ കഴുകി വെടിപ്പാക്കപ്പെട്ടവർ. ഉത്സവത്തിന്റെ മഹാദിവസത്തിന്റെ ഒടുക്കത്തെ നാളിൽ കർത്താവ് സകല ജനതയോടുമായിട്ട് പറയുന്നു, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ. നാം അടുത്ത് ചെന്നവരുമാണ്. പക്ഷെ കർത്താവ് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യകുലത്തിന് എന്ത് കൊടുക്കുവാനായിട്ട് സാധിച്ചു? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ തന്നെത്താൻ യാഗമായി തീർന്നു. നമ്മുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ നല്ല നടപ്പിന് വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി അവൻ തന്നെത്താൻ ഒന്നുമില്ലാത്തവനായിരിക്കും. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം അവന്റെ കാലുകൾ അടിച്ചൊടിക്കാതെ മറ്റുള്ള ഇരുവശത്തുമുള്ള രണ്ട് കള്ളന്മാരുടെ കാലുകൾ അടിയൊടിച്ചു. പക്ഷെ ഇവന്റെ ജീവനില്ല എന്ന് കണ്ടുകൊണ്ട് യേശുവിന്റെ കാലുകൾ അടിച്ചൊടിക്കാതെ അവന്റെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തുന്ന അവസ്ഥ. അവിടെ രക്തവും വെള്ളവും അവന്റെ വിലാവിൽ നിന്ന് ഒഴുകി ഇറങ്ങുകയും. ഇത് തന്നെയാണ് വേദപണ്ഡിതർ ചൂണ്ടിക്കാട്ടുന്നത്. യഹോവയുടെ യാഗപീഠത്തിൽ നിന്ന് ഒഴുകുന്ന ഇരുവം. ദൈവം ദൈവിക സാന്നിധ്യത്താൽ അവന്റെ വിലാവിൽ നിന്ന് ഒഴുകുന്ന രക്തവും ജലവും. അതിനാൽ വിശുദ്ധ സഭ മുഴുവനായി ശുദ്ധീകരിക്കപ്പെടുക. മാമോദീസ വെള്ളത്താൽ നാം പുതുക്കം പ്രാപിക്കുകയാണ്. വീഞ്ഞിനാലും വെള്ളത്താലും കലർത്തപ്പെട്ട് വിശുദ്ധ കുർബാനയാൽ നാം രൂപാന്തരപ്പെടുകയാണ്. എഹെസ്കേൽ പ്രവചനത്തിലൂടെ, യോവേൽ പ്രവചനത്തിലൂടെ, സക്കറിയാവിന്റെ പ്രവചനത്തിലൂടെ, ദൈവിക
അതുതന്നെയാണ് ദൈവസന്നിധിയിൽ നിന്ന് ഒഴുകുന്ന നീരുറവ. ഈ ഉറവ മറ്റാത്തതാണ്. പക്ഷേ മനുഷ്യൻ തന്റെ തിരക്കേറിയ ജീവിതാനുഭവം കൊണ്ട് ഈ ഉറവയെ കൊണ്ട് മാറിപ്പോയി. അത് യെരമ്യാ പ്രവചനം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ പലരും ജീവജലത്തിന്റെ ഉറവയായ ദൈവത്തെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കും. എന്നാൽ പലരും ജീവജലത്തിന്റെ ഉറവയായ ദൈവത്തെ ഉപേക്ഷിച്ച്, ജീവജലത്തിന്റെ ഉറവയായ ദൈവത്തെ ഉപേക്ഷിച്ച്, നമുക്ക് വേണ്ടി യാഗമായി തീർന്ന്, നമുക്ക് വേണ്ടി വിലാവിൽ കുത്തപ്പെട്ട് ഈ ജീവജലത്തെ ഉപേക്ഷിച്ചിട്ട് വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ വീണ്ടും വീണ്ടും കുഴിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്നത്. വെള്ളം കാണുന്നതുവരെ നാം കുഴിച്ചുകൊണ്ടിരിക്കും. ആ കുഴിക്കലിലൂടെ സമാധാനം നമ്മുടെ ഭാഗത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ ഉറവ നമ്മുടെ കുടുംബങ്ങളിൽ ചിലപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട് എന്ന് വരികയും പണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ആഡംബര ജീവിതത്തിന് വേണ്ടി വെള്ളമില്ലാത്ത ഈ പൊട്ടക്കിണർ നമ്മൾ അറിയാതെ കുഴിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ അധ്വാനം ഒരു ഫലവും കണ്ടെത്താതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതിലൂടെ നാം സ്വരം കൂട്ടുന്ന പണം ചെലവാക്കപ്പെടും. നമ്മൾ അറിയാതെ ദൈവിക സാന്നിധ്യമില്ലാത്ത പല പ്രവർത്തനങ്ങളും നിഷ്ഫലമായി പോകുന്നത് ഇങ്ങനെ പൊട്ടക്കിണറുകൾ. അത് കുഴിക്കുന്തോറും നമ്മുടെ അധ്വാനം വിഫലമാകും. നമ്മുടെ ലക്ഷ്യങ്ങൾ ഛിന്ന ഭിന്നമായി പോകുന്ന അവസ്ഥ ഉണ്ടാകും. അവിടെ അസമാധാനം നമ്മെ ഭരിക്കും. അധ്വാനിക്കുമ്പോൾ യാതൊന്നും കണ്ടെത്താത്ത അവസ്ഥ വരുമ്പോൾ തീർച്ചയായും കുടുംബത്തിൽ അസമാധാനം ഉണ്ടാകും. അവിടെ സ്നേഹമില്ലാത്ത അവസ്ഥയുണ്ടാകും. സ്വന്തം ഭാര്യയോട് സ്നേഹമില്ലാതെ, കാരണം ലക്ഷ്യം നിറന്നോ. സ്വന്തം മക്കളോട് സ്നേഹമില്ലാതെ വരും, കാരണം ലക്ഷ്യം ഇതാണ്. ഇതിനുവേണ്ടി നാം പരക്കം പായുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായും ലക്ഷ്യം കർത്താവ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നിങ്ങൾ ലക്ഷ്യം കാണുന്നതിന് വേണ്ടി ഈ ദേവാലയത്തിൽ ഈ ദേവാലയത്തിൽ ഒരു നിമിഷം പോലും എനിക്ക് തോന്നുന്നില്ല ഈ ദേവാലയത്തിന്റെ വാതിലുകൾ അടച്ചു. കാരണം രാത്രിയും പകലും എന്നോണം പരിമലപ്പള്ളിയിൽ ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദേവാലയം. ഇതിന്റെ കിളിവാതിലുകളോ അതിന്റെ വലിയ വാതിലുകളോ അടച്ചിടുവാൻ ചിലപ്പോൾ സമയം കണ്ടെത്തിയതില്ല. കാരണം എപ്പോഴും ആളുകളുടെ വരവ് ഇവിടെ അധികം. കാരണം ദൈവം അവർക്ക് വളരെ വലിയവ ചെയ്യുന്നു എന്നുള്ള വിശ്വാസം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വത്തെ, ദൈവം നമ്മെ എല്ലാവരെയും മാടിപിടിക്കും. അത് തന്നെയാണ് കർത്താവ് പറയുന്നത്, എന്റെ അടുക്കൽ വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികളുണ്ട്. ഈ നദി ഒഴുകുന്ന ഇരുവക്കിലും ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ ഉണ്ടാകും. അവയുടെ ഫലം തിന്മാനേറ്റവും യോഗ്യവും അവയുടെ ഇല ചികിത്സയ്ക്ക് ഉതകുന്നതും. ആ കരയിൽ നട്ടുവളർത്തപ്പെട്ട വൃക്ഷങ്ങളായി തീരുവാൻ, നല്ല ഫലം കായ്ക്കുന്ന കുടുംബബന്ധങ്ങളായി തീരുവാൻ തന്നോളം നമുക്ക് സാധിക്കും. നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹവും സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിൽ മാത്രമേ ആ കുടുംബത്തിൽ നിന്ന് സമാധാനം പുറപ്പെടുകയുള്ളൂ. സമാധാനം എന്ന ഫലം പുറപ്പെടുകയുള്ളൂ. സ്നേഹം പരിലസിക്കുകയുള്ളൂ. ഉന്നമേ പ്രസംഗത്തിന്റെ ആദ്യമേ ഓർമ്മിപ്പിച്ചത് പരസ്പരം ഒന്ന് നോക്കി ചിരിക്കുവാൻ തക്കവണ്ണം, നമ്മുടെ മുഖങ്ങളിൽ പുഞ്ചിരി തൂക്കുവാൻ തക്കവണ്ണം
ദൈവം നമ്മെ അതിന് അനുഗ്രഹിക്കും എന്നാണ് നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 4-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ യാക്കോബിന്റെ കിണറിന്റെ അടുക്കൽ വെള്ളം കോരുവാൻ വേണ്ടി ഒരു സ്ത്രീ വരുന്നു. കർത്താവ് അവിടെ വളരെ ദാഹിച്ച് അവളുടെ സന്നിധിയിൽ അവളുടെ അടുത്ത് ചെല്ലുന്നു. വിജാതീയ സ്ത്രീയാണ്. അവൾ കർത്താവിനോട് പറയുന്നുണ്ട്, ഈ കിണറ്റിലെ വെള്ളം കുടിക്കുന്നവന്, കർത്താവ് അവളോട് പറയുന്നുണ്ട്, ഈ കിണറ്റിലെ വെള്ളം കുടിക്കുന്നവന് പിന്നെയും ദാഹിക്കും. ഞാൻ തരുന്ന ജലം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി ഒരിക്കലും ദാഹിക്കാതിരിക്കേണ്ടത്, ഒരിക്കലും പറ്റിപ്പോകാത്ത ഉറവ ശമരിയ സ്ത്രീക്ക് നൽകുന്നവനായ കർത്താവ്. സകല ജനതയ്ക്കും ദാഹം തീർപ്പാനായിട്ട് കർത്താവ് തന്നെത്താൻ ക്രൂശിന്മേൽ കിടന്നുകൊണ്ട് നമ്മളോട് പറയുന്നുണ്ട്, എനിക്ക് ദാഹിക്കുന്നു. നമുക്ക് എന്തെങ്കിലും കൊടുക്കുവാനായിട്ട് സാധിക്കില്ല. താഴ്ത്തു നിന്ന ഭടൻ അവൻ ഈസോപ്പ് കണ്ടിന്മേൽ അവൻ കുടുങ്ങീന് മുക്കി കൊടുത്തു. നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ സാധിക്കില്ല. അതെപ്പോഴും ചിന്തിക്കും. നമ്മുടെ ജീവിതത്തെ തന്നെ പവിത്രീകരിക്കാൻ മാമോദീസായുടെ വിശുദ്ധരാക്കപ്പെട്ട നാം ഓരോരുത്തരും വീണ്ടും ജനനം ഉള്ളവരായി തീരുവാൻ, ഇപ്പോഴും ഒതുക്കുന്ന അവസ്ഥ ഉള്ളവരായി തീരുവാൻ നമുക്ക് സാധിക്കും. ദൈവിക സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായും നമ്മുടെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ എല്ലാം സ്വായത്തം. ദൈവം നമ്മെ കൂടുതലായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ടിലേക്ക് നടക്കാം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ശുദ്ധ മാമോദീസായുടെ ജലത്താൽ ശുദ്ധീകരിക്കപ്പെട്ടു വീണ്ടും ചിന്തിക്കപ്പെട്ടവർ, വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലൂടെ വീണ്ടും വീണ്ടും ക്രിസ്തുവിനെ വഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന ഒരുവരും വീണ്ടും ഒരിക്കലും തെറ്റിലേക്ക് പോകുവാൻ പാടില്ല. കാരണം ക്രിസ്തുവിനെ വഹിക്കുന്നവരാണ്. ആദാമിനെ ഹവ്വായെ സൃഷ്ടിക്കുമ്പോൾ ദൈവിക സ്വരൂപത്തിൽ അവരെ സൃഷ്ടിച്ചുവെന്നാണ് നാം പഠിക്കുന്നത്. അതുപോലെ വിശുദ്ധ കുർബാന കർത്താവിനെ വഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് നാം നമ്മിൽ നിന്ന് തന്നെ വേർപെട്ട് ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെടുമ്പോൾ നമ്മുടെ പിൻഗാമികൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും നമ്മുടെ കുഴിമാടത്തിൽ രൂപമർപ്പിച്ച് പ്രാർത്ഥിക്കും. കാരണം നാം ക്രിസ്തുവിനെ വഹിക്കുന്നവർ. ഈ ലോകത്തിലും പരലോകത്തിലും ദൈവത്തെ പ്രകീർത്തിക്കുന്നവരാണ്. ഈ ലോകത്തിലുള്ളപ്പോഴും ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെടുത്തുമ്പോഴും ദൈവത്തെ ഒരുപോലെ മാലാഖമാരോടൊപ്പം ദൈവത്തെ സ്തുതിക്കുന്നവരായതുകൊണ്ടാണ് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ജീവജലത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരാണ്. പരിശുദ്ധ മാമോദീസായാൽ മുദ്രയിടപ്പെട്ടവരാണ്. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്നുള്ള ബോധം. പക്ഷേ പലപ്പോഴും ദാഹം ഉന്നമെ ഓർമ്മിപ്പിച്ചതുപോലെ ഈ ലോക ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാനമായും ചിലപ്പോൾ സാമ്പത്തികമായി അല്ലെങ്കിൽ പണത്തിനെ സംബന്ധിച്ചായി ഒരു ചെറിയ കഥയുണ്ട്. അതിപ്രകാരമാണ്. ഒരു പക്ഷി നിരീക്ഷകൻ, പ്രാണിയും പക്ഷിയും അതുപോലെ അങ്ങനെയുള്ള അങ്ങനെ ചെറിയ ചെറിയ ജന്തുക്കളെയൊക്കെ നിരീക്ഷിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു സാധാരണക്കാരനും കൂടി വളരെ തിരക്കേറിയ ഒരു പട്ടണത്തിൽ ചെന്ന് പെടുകയും അവർ ആ പട്ടണത്തിലൂടെ
കപ്പലണ്ടിയുടെ പാക്കറ്റൊക്കെ വാങ്ങിച്ച് കുറച്ചുകൊണ്ട് പതിയെ നടന്ന് നീങ്ങുകയാണ്. വളരെ തിരക്കേറിയ പട്ടണമാണ്. അപ്പോൾ ഇവർ ഈ തിരക്കിനെ പറ്റിയെല്ലാം സംസാരിക്കുന്നു. അപ്പോൾ ഇതിൽ ഒരാൾ പക്ഷി നിരീക്ഷകനാണ്. പ്രാണി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്ന അതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ദൗത്യം. അതുപോലെ മറ്റൊരാൾ സാധാരണക്കാരനാണ് മനുഷ്യൻ, നമ്മളെ പോലെ സാധാരണക്കാരനാണ്, തിരക്കുകളുള്ളവനാണ്. ഇങ്ങനെ പട്ടണത്തിൽ തിരക്കേറിയ ചന്തയുടെ ഇടയിലൂടെ നടന്ന് നീങ്ങിയാണ്. കുറച്ച് ദൂരം നടന്നപ്പോൾ ഈ പക്ഷി നിരീക്ഷകൻ പറഞ്ഞു, ഒരു ചീവീടിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഒരു ചീവീടിന്റെ ശബ്ദമേ കേൾക്കുന്നുണ്ടോ? സാധാരണക്കാരൻ അദ്ദേഹത്തിന്റെ മുഖത്തോട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കോലാഹലം നിറഞ്ഞ ഈ പട്ടണത്തിൽ, അതും ഈ ചന്ത മാർക്കറ്റൊക്കെ ഉള്ള ഈ പ്രദേശത്തിൽ എങ്ങനെയായി ചീവീടിന്റെ ശബ്ദം കേൾക്കും? അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ആളെ കളിയാക്കുന്ന രീതിയിൽ മറ്റൊരു അദ്ദേഹത്തോട്, ഈ പക്ഷി നിരീക്ഷകനോട് ഉടനെ അദ്ദേഹം നടന്നു നീങ്ങിയ ഭാഗത്ത് താഴെ നിന്ന് ആ ചീവീടിനെ പതുക്കെ എടുത്തിട്ട് പറഞ്ഞു, ഇതിന്റെ ശബ്ദമാണ്. അപ്പോൾ ഇദ്ദേഹം അത്ഭുതപ്പെട്ടു. കാരണം ഇത്രയും തിരക്കുള്ള സ്ഥലത്ത് അദ്ദേഹം ഈ ചീവീടിനെ പതിയെ എടുത്ത് കാണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിന്റെ ഒരു പ്രാധാന്യമാണ് അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. കുറച്ച് ദൂരം കൂടി ഇത് കഴിഞ്ഞ് അവർ മുന്നോട്ട് നടക്കുകയാണ്. സാധാരണക്കാരനായ മനുഷ്യനുണ്ട്, പക്ഷി നിരീക്ഷകരും. മുന്നോട്ട് വീണ്ടും നടക്കുമ്പോൾ ഒരു ചെറിയ ട്രിക്ക് ഈ പക്ഷി നിരീക്ഷകൻ കാണിക്കുന്നു. അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു രൂപ നാണയം എടുത്തിട്ട് നടന്നു നീങ്ങിയ ആ ഫുട്പാത്തിലേക്ക് പതിയെ കാണാൻ താഴ്ത്തുന്നു. നമുക്കറിയാം, 1 രൂപ നാണയം താഴ്ത്തോട്ട് വീണാൽ അതിനൊരു ചെറിയ ശബ്ദമൊക്കെ, കളകളാന്നുള്ളൊരു ശബ്ദമൊക്കെ ആ നാണയം ഉണ്ടാകും. പെട്ടെന്ന് ഈ സാധാരണക്കാരൻ തിരിഞ്ഞ് നോക്കി, ഈ 1 രൂപ നാണയം ഇത് താങ്കളുടെ കയ്യിൽ നിന്ന് പോയതാണെന്ന് പറഞ്ഞ് എടുത്ത് ഈ പക്ഷി നിരീക്ഷകനെ കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ പക്ഷി നിരീക്ഷകൻ ഈ സാധാരണക്കാരനോടായിട്ട് പറയുന്നത്, താങ്കൾ എങ്ങനെയാണ് ഈ 1 രൂപ നാണയം താഴ്ത്തു വീണ ശബ്ദം കേട്ടത്? സ്വാഭാവികമായിട്ട് പറഞ്ഞു, ഞാൻ ആ ശബ്ദം തോന്നുന്നു. അല്ല, ഇത്രയും തിരക്കുള്ള ഈ ചന്തയിൽ, ഈ മാർക്കറ്റ് അല്ലെങ്കിൽ ഈ കോലാഹലം പറഞ്ഞ ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ 1 രൂപ നാണയം വീണ ശബ്ദം കേട്ടത്? ഈ കഥയിൽ നിന്ന് വ്യക്തമല്ല. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ 1 രൂപ നാണയം താഴ്ത്തു വീണ ശബ്ദം അവൻ നിരീക്ഷിക്കും. അവന്റെ ചിന്തയും അവന്റെ ചിന്താഭാരങ്ങളും എല്ലാം ഈ 1 രൂപ നാണയവുമായിട്ട് ബന്ധപ്പെട്ടു. പക്ഷെ പക്ഷി നിരീക്ഷകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ലക്ഷ്യവും അവന്റെ ചിന്തയും എല്ലാം എന്തുമായിട്ട്, അവൻ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പക്ഷികളും കീടങ്ങളും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടാണ് അവന്റെ ചിന്തകളെല്ലാം. പലപ്പോഴും ഈ വക ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്ത വലിയ പക്ഷി നിരീക്ഷകരോ ശാസ്ത്രജ്ഞരോ ഒന്നും അല്ലാത്ത സാധാരണക്കാരായ നമ്മളെപ്പോലുള്ളവർക്ക്, എന്നെക്കാളും വിദ്യാഭ്യാസവും എന്നെക്കാളും വലിയ ഉദ്യോഗാർത്ഥികളും അതുപോലെ പഠിപ്പുള്ളവരും ഒക്കെയാണ് ഞാനിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കി. പക്ഷെ ലക്ഷ്യങ്ങൾ പലപ്പോഴും മാറിപ്പോകും. ദൈവികമായ ഒരു ലക്ഷ്യം അതിനുണ്ട് എങ്കിൽ തീർച്ചയായും അതിൽ വിജയം നേടുവാനായിട്ട് സാധിക്കും. ലക്ഷ്യങ്ങൾ പലതും, പക്ഷെ വിജയം അത് ഉറപ്പുണ്ടോ എന്ന് മാത്രം കാണാൻ സാധിക്കും. ഇവിടെ നിരീക്ഷണം സാധാരണക്കാരൻ പണത്തിനോടാണ്, പക്ഷെ മറ്റവൻ അവന്റെ ലക്ഷ്യം മൊത്തം പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. നിന്റെ നിക്ഷേപം എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്റെ ഹൃദയവും ഇരിക്കും. ഇവിടെ സാധാരണക്കാരന്റെ നിക്ഷേപം ഇവിടെ പണത്തിന്മേലാണ്. സ്വാഭാവികമായിട്ടുണ്ടാവും, അതില്ലാതെ ജീവിക്കാൻ പറ്റുകയും. പക്ഷെ നിന്റെ നിക്ഷേപം എവിടെ ഇരിക്കുന്നോ അവിടെയാണ് നിന്റെ ഹൃദയം ഇരിക്കുന്ന അവസ്ഥ. സ്വാഭാവികമായിട്ടും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊടുക്കേണ്ടതായ നമ്മുടെ ഹൃദയങ്ങൾ പലതും ഇരിക്കുന്നത് ഈ ലോകപരമായിട്ടുള്ള ഓരോ കാര്യങ്ങളിലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ വർദ്ധിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ മാനസിക നിലകൾ തന്നെ തെറ്റിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക്
നമ്മുടെ നിക്ഷേപം എവിടെയാണ്? അത് ഈ വാക്യത്തിന്റെ തൊട്ട് മുന്നാലെ പറയുന്നുണ്ട്. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊണ്ട്, സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപം സ്വരൂപിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുക. നമ്മുടെ ഹൃദയം എവിടെ ഇരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കും. സാധാരണക്കാരൻ അവന് 1 രൂപ നാണയത്തിന് പിന്നാലെ പോകുന്നത് വേറൊന്നുകൊണ്ടല്ല, അവൻ ദൈനംദിന ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി. നമുക്കറിയാം, ഇന്ന് വിദ്യാഭ്യാസം നമ്മെ ഏത് ശൃംഖലയിൽ വരെ എത്തിക്കുവാൻ തക്കവണ്ണം നമ്മുടെ രാജ്യത്തും അത് ഏറ്റവും പ്രാധാന്യം നൽകുന്നു. അതുകൊണ്ടാണ് നമ്മെ പ്രബുദ്ധ ജനത വിദ്യാഭ്യാസം ഏറിയവരാണ് കേരളീയ സമൂഹം മൊത്തം. വളരെ ചുരുക്കം പേര് മാത്രമേ വിദ്യാഭ്യാസത്തിന് പിന്നോട്ടുള്ളൂ. നമ്മുടെ പണം കയറുന്നത് കൊണ്ട് നമ്മുടെ സാമ്പത്തിക വളർച്ചയുടെ അനുസരിച്ച് തന്നെ ഇതിനേക്കാൾ ഉപരിയായി നാം നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും വലിയ സ്ഥാനത്തെത്തിക്കുവാൻ തക്കവണ്ണം നാം പരക്കുന്നതായുള്ള അവസ്ഥയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ വീട്ടിലെ ഞാൻ അനുഭവിച്ച പ്രയാസവും പ്രതിസന്ധിയും അറിയാതെ തന്നെ അവർ ഏറ്റവും വലിയ ഉന്നത സ്ഥാനത്തെത്തണം, ഏറ്റവും വലിയ വിദ്യാഭ്യാസം നേടി കൊടുക്കണം. കേരളത്തിന് വെളിയിലാണെങ്കിലും ഇന്ത്യക്ക് വെളിയിലാണെങ്കിലും വരെ വിട്ട് അവരെ പഠിപ്പിച്ച് ഏറ്റവും വലിയവരാക്കണമെന്നുള്ള ആഗ്രഹം. ഏറ്റവും എൻ്റെ പ്രയാസങ്ങളും എൻ്റെ ദുഃഖങ്ങളും എനിക്ക് വന്നിട്ടുള്ള പ്രതിസന്ധികളും അറിയാതെ അവരെ ഏറ്റവും വലിയവരാകുവാനുള്ള ശ്രമം നടത്തുമ്പോൾ പലപ്പോഴും മാതാപിതാക്കൾ അനുഭവിച്ച പ്രയാസവും ദുരിതവും അറിയാത്ത മക്കൾ ഈ മാതാപിതാക്കൾ വാർദ്ധക്യത്തിന്റെ അവസ്ഥയിൽ വരുമ്പോൾ അവരുടെ പ്രതിസന്ധികൾ അറിയാത്തതുകൊണ്ട് അവരെ മാറ്റി നിർത്തുന്ന അനുഭവം. കുടുംബജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാത്തതുകൊണ്ട് അവർക്കും കൂടി അത് പകർന്നു കൊടുക്കാത്തതുകൊണ്ട് അവരെ കൂടി ഇത് അറിയിച്ച് പഠിപ്പിക്കാത്തതുകൊണ്ട് എങ്ങനെ ഈ പണം ഉണ്ടാകുന്നു, എങ്ങനെ നിന്നെ പഠിപ്പിക്കുവാനായിട്ട് ഈ പണം സ്വരൂപിക്കുന്നു എന്ന് പറഞ്ഞു മനസ്സിലാക്കാതെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതുകൊണ്ട് പലപ്പോഴും പ്രായമാകുന്ന മാതാപിതാക്കൾ ഇവർക്ക് വലിയ പ്രയാസമായി. അത് ക്രിസ്തീയ ജീവിതത്തിന് വിരുദ്ധമാണ്. അപ്പോൾ നമ്മൾ പ്രബുദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു അർത്ഥവും, ആത്മീകമായ പ്രബുദ്ധത വേണം. അതാണ് എല്ലാ ഞായറാഴ്ചയും ചിലപ്പോൾ വൈദികർ ദേവാലയത്തിൽ നിന്ന് വിളിച്ചു പറയും, സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങളെ വിടണം. എന്നാൽ സൺഡേ സ്കൂളിലെ പുസ്തകം എടുത്തിട്ട് ഈ അധ്യായം എവിടുത്തെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു എന്ന് വരികയെ. പക്ഷേ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് ആത്മീയമായി പഠനത്തിൽ മുന്നേറുന്ന എല്ലാ കുഞ്ഞുങ്ങളും തീർച്ചയായും മാതാപിതാക്കളെ സംരക്ഷിക്കുന്നവരും മാതാപിതാക്കളോട് കടപ്പാടുള്ളവരുമായിരിക്കും. പലപ്പോഴും വിശ്വാസ സമൂഹം വൈദികർക്കെതിരെ പറയുന്ന ഒരു ചെറിയ കുറ്റം, എൻ്റെ മക്കളെ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തെ വൈദികർ വന്ന് സന്ദർശിക്കാറില്ല. ഞാൻ അടങ്ങുന്ന സമൂഹം കേൾക്കാം. പക്ഷേ അതിന് വ്യക്തമായി ഒരു വൈദികന്റെ ചുമതല മാതാപിതാക്കൾക്ക് ഉണ്ട് എന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കും. ഇവിടെ കുഞ്ഞുങ്ങളെ ദൈവിക സന്നിധിയിലേക്ക് പഠിപ്പിക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് തന്നെ. കാരണം 24 മണിക്കൂറും നിങ്ങളോടൊപ്പം ഉള്ളത് മാതാപിതാക്കൾ വഴിവിട്ട ജീവിതം നയിച്ചിട്ട് മറ്റാരെയും പറഞ്ഞിട്ട് കാര്യം. കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോയാൽ അതിന് ഉത്തരവാദികൾ തീർച്ചയായും ദൈവത്തെ കുടുംബജീവിതത്തിൽ നൽകുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. വീട്ടിൽ സമാധാനമുണ്ടെങ്കിൽ തീർച്ചയായും സമാധാനമുള്ള കുഞ്ഞുങ്ങളുണ്ടാകും. വീട്ടിൽ സ്നേഹമുണ്ടെങ്കിൽ തീർച്ചയായും അവർ പരസ്പരം സ്നേഹിക്കുന്നവരും സകലർക്കും സ്നേഹം നൽകുന്നവരുമായി. വീട്ടിൽ സന്തോഷമുണ്ടെങ്കിൽ അത് സകലർക്കും സന്തോഷത്തിന്
കാരണമായി തീരും എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. കുടുംബജീവിതത്തിൽ സ്നേഹവും സമാധാനവും സന്തോഷവും ഇവയെല്ലാം പരിശുദ്ധാത്മ ദാനങ്ങളാണ്. അത് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 39-ാം വാക്യത്തിൽ പറയുന്നത്. എന്നിൽ നിന്ന് പരിപാലിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. എന്നിൽ നിന്ന് പ്രവഹിക്കാൻ പോകുന്ന നദിയെ പറ്റി, എന്നിൽ നിന്ന് പ്രവഹിക്കാൻ പോകുന്ന ഉറവയെ പറ്റി. ഈ സ്നേഹവും സമാധാനവും സന്തോഷവും എല്ലാം ഒരു ഉറവ പോലെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഒഴുകുവാൻ തക്കവണ്ണം ഇടയാണ്. സമയം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വാക്കുകളെ ചുരുക്കുകയും നമുക്കറിയാം, ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്ത് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുക എന്നുള്ള ഉദ്ബോധനം. ദാഹമുള്ളവനും എല്ലാവരും ദാഹത്തിന് ജലമാണ്, ജീവന്റെ ജലം. ജീവജലത്താൽ നാം ശുദ്ധീകരിക്കപ്പെടുകയും ജലത്തിന് ഒരു പ്രത്യേകത, അല്ലെങ്കിൽ പച്ചവെള്ളത്തിന് ഒരു പ്രത്യേകത, അത് ശുദ്ധീകരിക്കുന്നതാണ്. അത് എല്ലാ മതങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ശുദ്ധീകരണ പ്രക്രിയ, ശുദ്ധീകരണം നടത്തുന്നതായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ജലത്താലുള്ള ശുദ്ധീകരണം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈകൾ കഴുകുക, അതൊരു ശുദ്ധീകരണ പ്രക്രിയയാണ്. അതുപോലെ ജലം സൃഷ്ടിയാണ്. യോർദാൻ നദിയിൽ കർത്താവ് മാമോദീസ എടുക്കുന്നതിന് വേണ്ടി ഇറങ്ങുമ്പോൾ നദിയിലെ ദുഷ്ടാത്മ ശക്തികളെല്ലാം ശുദ്ധീകരിക്കപ്പെട്ടു, അതിൽ നിന്ന് പാചകം ചെയ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഇത് സൃഷ്ടിയാണ്, ജലം സൃഷ്ടിയാണ്. കാരണം മഴ പെയ്യുമ്പോൾ അത് ഭൂമിയിൽ പതിക്കുന്നു. ഭൂമി അത് വലിച്ചെടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്കറിയാം അവിടെ ഉൾനാമ്പുകൾ സൃഷ്ടിയായി വളർന്നു വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിണ്ട് കീറിയിരിക്കുന്ന ഭൂമിയെല്ലാം അടുക്കുന്ന അവസ്ഥ, ഒരു സൃഷ്ടിയുടെ അവസ്ഥ, ഒരു സംയോജനത്തിന്റെ അവസ്ഥ. നമ്മുടെ ജീവിതങ്ങളെല്ലാം വിണ്ട് കീറിയതാണെങ്കിൽ ഈ ജീവജലത്താൽ അത് അനുഗ്രഹം ലഭിക്കുന്നതായിട്ടാണ്. മഴ പെയ്യുമ്പോൾ നമ്മുടെ ഭൂമി ഒന്ന് കുളിരിന്റെ അവസ്ഥ വരുന്നത് പോലെ ഉൾനാമ്പുകളും വൃക്ഷത്തൈകളും അതുപോലെ നമ്മുടെ റബ്ബറിന്റെ ഒക്കെ പുതിയ ഇലകളൊക്കെ വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിനൊരു ചെറിയ ദൂഷ്യവശം, ജലം ജീവജലമല്ല. ഈ വെള്ളത്തിന് വേറൊരു പ്രത്യേകത ഉള്ളത്, ഇതൊരു സംഹാര പ്രക്രിയ ചെയ്യുന്ന ഒന്നുകൂടിയാണ്. പെരുവെള്ളം വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല, അതിനെ തടുത്തു നിർത്താൻ നമുക്ക് സാധിക്കുകയില്ല. വലിയ പേമാരിയോടെ വെള്ളപ്പൊക്കമുണ്ടായാൽ നമുക്ക് നാം സൃഷ്ടിച്ചു കൂട്ടിയ സകലതും നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുകയില്ല, സകലതും ഒഴുകി. ഉത്തരാഖണ്ഡിലും അതുപോലെ ഈ വർഷത്തിന്റെ ആരംഭത്തിലെല്ലാം ആ കാലഘട്ടത്തിലെല്ലാം ഇടുക്കിയിലെല്ലാം ഉണ്ടായ പ്രയാസങ്ങളെ കുറിച്ച് നമുക്കറിയാം. ഡാം പൊട്ടുകൊണ്ടുള്ള രീതിയൊക്കെ നമ്മുടെ ഇടയിലുണ്ടായി. കൊച്ചി പട്ടണമോ കോട്ടയം പട്ടണമോ തൃശ്ശൂർ പട്ടണമോ ഒക്കെ വെള്ളത്തിന്റെ അടിയിലായി പോകും എന്നുള്ളൊരു രീതി നമ്മുടെ ഇടയിലുണ്ടായി. ഈ ജലത്തിന്റെ പ്രത്യേകത നോഹയുടെ കാലത്തും ഈ ജലപ്രളയം ഉണ്ടായി. ഇനിയൊരു പ്രളയത്തിൽ നമ്മെ നശിപ്പിക്കുകയില്ല എന്നുള്ള ഒരു ഉടമ്പടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ജലത്തിന് പല പ്രത്യേകതയാണ്. ജലത്താൽ പഴയ മനുഷ്യൻ ഇല്ലാതായി തീരുകയും ജലത്താൽ നാം വീണ്ടും ജനിക്കപ്പെടുകയും ഈ ജലത്താൽ നാം ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയും യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-38 വാക്യങ്ങളാണല്ലോ ചിന്തിച്ചത്. ഉത്സവത്തിന്റെ മഹാദിവസമായ ഉടനത്തെ നാളിൽ കർത്താവായ യേശു ക്രിസ്തു യെരൂശലേം ദേവാലയത്തിൽ നിന്നുകൊണ്ട് സകല ജനതയോടുമായി വിളിച്ചു പറയുകയാണ്, ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ
വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്നവൻ വിളിച്ചു. താങ്കൾ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഹോറേബിൽ പാറയുടെ മുകളിൽ നിന്ന് യഹോവയായ ദൈവം മോശയോട് കൽപ്പിച്ചു, പാറമേൽ അടിക്കുക. അവിടെ നിന്ന് പുറപ്പെടുന്ന ജലത്താൽ പിറുപിറുക്കുന്ന സകല ജനതയ്ക്കും ആശ്വാസം ലഭിക്കട്ടെ, ദാഹം ശമിക്കട്ടെ. എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹമേ, നിങ്ങൾക്ക് ദാഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും കർത്താവിൽ ശരണപ്പെടും. ദാഹിക്കുന്ന സകല ജനതയ്ക്കും ജീവജലത്തിന്റെ ഉറവയായി കർത്താവ് നമുക്ക് മുന്നിൽ എപ്പോഴും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 ലേഖനം 10 അധ്യായം 7 വാക്യത്തിൽ പറയുന്നു, ആ പാറ ക്രിസ്തുവാകുന്നു. ഹോറേബിൽ യഹോവയായ ദൈവം കയറിയിരുന്ന ആ പാറ ക്രിസ്തുവാണ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് നമുക്ക് വേണ്ടി ജീവജലത്തിന്റെ ഉറവ നൽകിക്കൊണ്ട് ക്രൂശിൽ യാഗമായി കിടന്നു. തിരുവിലാവിൽ കുന്തം കൊണ്ടുള്ള മുറിവ് എഴുതുകയും ആ മുറിവിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകുവാൻ ഇടയായി. ഇതിനാൽ സഭ ശുദ്ധീകരിക്കപ്പെടുകയും ഇതിനാൽ നാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടവരുമാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. ഓർക്കുക, ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്ക് എന്ത് കൊടുക്കുവാനായിട്ട് സാധിച്ചു? കുളിവീഞ്ഞാണോ നാം കർത്താവിന് കൊടുക്കുന്നത്? നമ്മുടെ ജീവിതങ്ങൾ ഇപ്രകാരം നമുക്ക് ദൈവം തന്ന ദാനം. ഈ ജീവിതം ദൈവത്തിന് ഇപ്രകാരം നൽകുവാൻ സാധിക്കുന്നുവെന്ന് നാം ചിന്തിക്കണം. നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തിനു വേണ്ടിയുള്ളതാണെന്ന് ചിന്തിക്കുക. ദൈവം ഇല്ലാതെയുള്ള ലക്ഷ്യങ്ങൾ അത് അസ്ഥാനത്തായിരിക്കും എന്ന് ഓർക്കുക. ദൈവമില്ലാതെ നാം ഏത് ലക്ഷ്യത്തിന് വേണ്ടി ഓടുന്നതോ അത് അസ്ഥാനത്തായിരിക്കും. അതുകൊണ്ടാണ് നാം ഏത് സന്ദർഭത്തിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോഴും ദൈവത്തെ വിളിച്ചുകൊണ്ട് കുരിശു വരച്ചുകൊണ്ട് ഇറങ്ങുന്നതെന്ന് ഓർക്കും. നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ അത് പുതിയ ട്രെൻഡിൽ നാം ജീവിക്കുമ്പോൾ, പുതിയ കാലഘട്ടത്തിലൂടെ ജീവിക്കുമ്പോൾ കുരിശു വരയ്ക്കുവാനും ദൈവത്തെ പ്രകീർത്തിക്കുവാനും തക്കവണ്ണം നാം പലപ്പോഴും അടി കാണിച്ചു പോകും. കാരണം നമ്മുടെ ലക്ഷ്യം മാറിപ്പോകുന്ന അവസ്ഥയാണ്. ദാഹിക്കുന്ന എല്ലാവരെയും ഏത് സമയത്തും ആഗ്രഹിച്ചുകൊണ്ട് കർത്താവ് എന്നുള്ളത് ഓർക്കണം. ദൈവം നമ്മെ വാടി വിളിക്കുകയാണ്. ദാഹിക്കുന്ന എല്ലാവർക്കും ദാഹജലം നൽകുന്നത്, ജീവജലം നൽകുന്നത്. വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാനാകട്ടെ. ഇവിടെ തലകളെ വണക്കാം. ദൈവമേ, ഇന്ന് ഈ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനന പെരുന്നാളിനോട് അടുക്കുന്നതായ ഈ ദിവസത്തിൽ നോമ്പിൻ്റെതായ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഈ ദേവാലയത്തിലായിരിക്കാൻ തക്കവണ്ണം നീ ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ദേവാലയത്തിൽ ഞങ്ങളുടെ കണ്ണുനീരുകളെ നേർച്ചകളായി സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുവാനും തിരക്കേറിയ ജീവിത കാലഘട്ടത്തിൽ പോലും ഞങ്ങൾ സമയം കണ്ടെത്തി എന്റെ തിരുമുമ്പാകെ വരുവാനും തക്കവണ്ണം കർത്താവെ നീ ഇടയാക്കി കൃപകളെ ഓർത്ത് പിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ മാറിപ്പോയോ എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു. ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ ദൈവത്തിന്റെ വിപരീതമായി പോയോ? ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയോ എന്ന് ഞങ്ങൾക്കറിയും. ഞങ്ങളുടെ കാലുകൾ എവിടെ ഇടറിപ്പോയി എന്ന് ഞങ്ങൾക്കറിയും. ദൈവമേ, ദൈവസന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ കണ്ണുനീരുകളെ ഈ ദേവാലയത്തിൽ അർപ്പിക്കുന്നു. ഞങ്ങളുടെ കണ്ണുനീരുകൾക്ക് മറുപടി നൽകുക. ജീവന്റെ ഉറവയായ ക്രിസ്തു പറ്റിപ്പോകാത്ത നദി പോലെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നദി ഒഴുകുന്നിടത്തൊക്കെയും
നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ ഇരിപ്പാൻ തക്കവണ്ണം ഇടയാക്കും. ആ വൃക്ഷത്തിന്റെ ഇലകൾ ചികിത്സയ്ക്ക് ഉതകുന്നതായി തീരണം. മാറാരോഗങ്ങളും മഹാരോഗങ്ങളുമുള്ള ഞങ്ങളെ സഹായിക്കണമെന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ വളരെ വലിയവയാണ്. കർത്താവേ, ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം സഫലമാകുമ്പോൾ ദൈവസന്നിധിയിൽ വീണ്ടും നന്ദി അർപ്പിക്കുവാൻ തക്കവണ്ണം ഓടിയെത്തുവാൻ, ദൈവത്തെ മാറ്റി നിർത്താതെ സദായിപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവരും സ്തോത്രം ചെയ്യുന്നവരുമായിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ സംഗതിയാക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് വേണ്ടി ത്യാഗമായി തീർന്ന് ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ കുന്തമേറ്റപ്പെട്ട ഞങ്ങളുടെ കർത്താവിനെ ഓർക്കും. അവിനാവിൽ നിന്ന് ഒഴുകിയ രക്തവുമുള്ളൂ ഞങ്ങൾക്ക് അനുഗ്രഹത്തിനായി തീരണമെന്ന് പ്രാർത്ഥിക്കും. വിശുദ്ധ മാമോദീസായാൽ ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടവർ. ദൈവമേ, ജീവജലത്താൽ ഞങ്ങളെ കഴുകണമേ, ഞങ്ങൾ ശുദ്ധീകരിക്കണം. പുതിയ സൃഷ്ടികളായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ സംഗതിയാക്കണമെന്ന് പ്രാർത്ഥിക്കും. ആയത് പരിശുദ്ധ മാതാവിന്റെയും ഇന്ത്യയുടെ കാവൽ പിതാവ് മർത്തോമാശ്രീ സർവ്വപരിശുദ്ധന്മാരുടെയും ശുചിമതികളുടെയും പ്രാർത്ഥനയാൽ തന്നെ അനുഗ്രഹിക്കപ്പെട്ടവർ. ഞാനൊരു യുവ വൈദികനാണ്. സെമിനാരി വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് കാലങ്ങളൊന്നും ആയിട്ടില്ല. വൈദികനായിട്ടും 6 മാസങ്ങളെ ആയിട്ടുള്ളൂ. വടക്കൻ പ്രദേശത്താണ് സേവനം അനുഷ്ഠിക്കുന്നത്. തൃശ്ശൂർ ഭദ്രാസനത്തിൽ നാമകലം സെന്റ് മേരീസ് ചർച്ചിന്റെ അസിസ്റ്റന്റ് വികാരിയായിട്ട് ഒരു വെല്ലിച്ചനോടൊപ്പം ശുശ്രൂഷ അനുഷ്ഠിക്കുകയാണ്. ഇന്ന് ആകസ്മികമായിട്ടാണ് ഇവിടെ വന്ന ോടുമായിട്ട് വേദത്തെ പകർന്നു തരുവാനായിട്ട് സാധിച്ചത്. പരിമല സെമിനാരിയോട്